വൈദികനായതിനു ശേഷം ഞാനും എൻ്റെ സുഹൃത്തുക്കളായ വൈദികരും കൂടെ ഒരു ധ്യാന കേന്ദ്രത്തിൽ കുമ്പസാരിപ്പിക്കാൻ പോകും. ഏതാണ്ട് ഒരു 10 വൈദികരിങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട്. വശങ്ങളിലിങ്ങനെ ആളുകൾ കുമ്പസാരിക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ സുഹൃത്തായ കൊച്ചിക്കാരനായ വേറൊരു വൈദികൻ എൻ്റെ തൊട്ട് മുമ്പിലുണ്ട്. ഞങ്ങൾ ചുറ്റുപാട് നോക്കും. കുമ്പസാരക്കൂടിന് ഇരുവശങ്ങളിലും 2 തട്ടിക നമ്മൾ വെക്കാറ്. സാധാരണ വലിയ കുമ്പസാരക്കൂടിലാണെങ്കിൽ അതവിടെ തന്നെ ഉണ്ടാകും. അതിലിങ്ങനെ തുളയിട്ടിട്ടുണ്ടാകും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എൻ്റെ സുഹൃത്ത് വൈദികന്റെ സഹോദരി ഒരു ബഹുമാനപ്പെട്ട സിസ്റ്ററാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ സിസ്റ്റർ ഈ സഹോദരന്റെ അടുത്ത് കുമ്പസാരിക്കാൻ മുട്ടുകുത്തിരിക്കും. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു കർത്താവെ, ചതിച്ചല്ല, ചേച്ചിക്ക് അറിയത്തില്ല ഉള്ളില് ആങ്ങളച്ചക്കനാണ് ഇരിക്കണേ. അങ്ങനെ ഈ ചേച്ചി അനുജന്റെ അടുത്ത് കുമ്പസാരിക്കാനായിട്ട് ചെന്ന് പെട്ടേക്കാം. അപ്പൊ ഞാൻ ഇവനെ നോക്കുന്നുണ്ട്. ഇവനെ ആംഗ്യഭാഷയിൽ ഈ ആശയം കൈമാറാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. കുറച്ചു നേരത്തേക്ക് അവന് പിടുത്തം കിട്ടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞു തുളയിലൂടെ അപ്പുറത്തേക്ക് നോക്കിയപ്പോൾ കാര്യം പിടികിട്ടി. എൻ്റെ സ്വന്തം ചേച്ചി ഇതൊന്നും അറിയാതെ അപ്പുറത്ത് കുമ്പസാരിക്കാൻ നിൽക്കുന്നുണ്ട്. കുഴപ്പമായി. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. 5 പേർക്ക് അപ്പുറമാണ്. 5 4 4 3 ദൈവം ഇപ്പം തന്നെ എത്തും. അപ്പോൾ ഈ സഹോദരനായ വൈദികൻ നേരെ പുറത്തേക്ക് ഇറങ്ങി ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. ഒരു ദാഹവും ഇല്ല. പക്ഷെ എന്നാലും വെള്ളം കുടിച്ചത് വേറെ ഒന്നുമല്ല, എൻ്റെ പൊന്നു ചേച്ചി ഇതിൻ്റെ അകത്തിരിക്കണത് വേറെ ആരുമല്ല, അത് ഞാനാണ്, വേണമെങ്കിൽ കണ്ടോ. അങ്ങനെ തിരിച്ച് അകത്തേക്ക് കയറി നോക്കിയപ്പോൾ ചേച്ചിക്ക് മാറ്റൂല. ദൈവമേ, ഇറങ്ങിയപ്പോൾ ചേച്ചി പ്രാർത്ഥിക്കുകയായിരുന്നെന്ന് തോന്നുന്നു. ചേച്ചി കണ്ടിട്ടില്ല. അപ്പം ഞാനും നോക്കുന്നു, ആകെ പ്രശ്നമാണ്. അടുത്തത് 2 ആൾ കഴിഞ്ഞാൽ പിന്നെ ചേച്ചിയാണ്. അങ്ങനെ അടുത്തത് ചേച്ചിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഇവൻ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ വരാട്ടാ, ഒന്ന് മുകളിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ഇവൻ നേരെ മുകളിലേക്ക് പോയി. നമുക്കറിയാലോ, ഒരു കുമ്പസാരക്കൂട്ടിൽ നിന്ന് ആളിറങ്ങി പോകുമ്പോൾ പിന്നെ ചുറ്റുപാടും നിൽക്കുന്നവർക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറന്നു പോകണം. അവരിങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് പോയി. ഈ സഹോദര വൈദികൻ, നമ്മുടെ സുഹൃത്ത്, കുറച്ച് കഴിഞ്ഞപ്പോൾ താഴേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ആരുമില്ല, ചേച്ചി മാത്രം അവിടെ മുട്ടുകുത്തി നിൽക്കാം. അച്ഛനെ പിടികിട്ടി, ഇവളെന്നെ കൊണ്ടേ പോകത്തുള്ളൂ. കയറിയിരുന്നു, കുമ്പസാരിച്ചു. അതിനുശേഷം കുർബാനയൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം പുറത്ത് വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ ഞങ്ങൾ 2 പേരെയും ഈ ചേച്ചി വിളിച്ചുകൊണ്ട് ഇത്തിരി മാറ്റിയിരുത്തി. ഞങ്ങളോട് 2 പേരോടുമായിട്ട് പറഞ്ഞു, എടാ, നിൻ്റെ അടുത്ത് വർത്താനം പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ കുമ്പസാരക്കൂട്ടിൽ വന്നത്. നിൻ്റെ അടുത്ത് വർത്താനം പറയാനാണെങ്കിൽ എനിക്ക് നിൻ്റെ വീട്ടിൽ വന്നാൽ മതി, നീ അവിടെ ഉണ്ടാവും. പക്ഷെ ഞാൻ കാണാൻ വന്നത് നിന്നെയല്ല, നിന്നിലൂടെ എൻ്റെയും നിൻ്റെയും കർത്താവിനെ. ആ ബോധ്യം നിനക്കില്ലെങ്കിൽ നീ അതിനകത്തിരിക്കേണ്ട കാര്യമില്ല. കുമ്പസാരത്തിൻ്റെ ആ വലിയൊരു സത്യം ഈ ബഹുമാനപ്പെട്ട സിസ്റ്റർ അന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുക.